ഈ ഒരു രാജ്യത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ നടപ്പാതകൾ വൃത്തിയോടെ പരിപാലിക്കുന്നത് കണ്ടപ്പോൾ അസൂയ തോന്നിപ്പോയി. ഇന്ന് നേപ്പാളിലെ ഒന്നാമത്തെ ദിവസം. വെളുപ്പിനെ 7:24 ആയപ്പോൾ തന്നെ താമസിച്ചിരുന്ന റൂം ചെക്കൗട്ട് ചെയ്ത് കാഴ്ചകൾ കാണാനായി പുറത്തേക്കിറങ്ങി. വണ്ടിയും എടുത്ത് ആദ്യം തന്നെ ബുദ്ധന്റെ ജന്മസ്ഥലമായ മായാദേവി ടെമ്പിളിലേക്ക്. ഇത് ക്ഷേത്രത്തിനകത്തേക്കുള്ള വഴിയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ആദ്യം കണ്ട മൊണാസ്ട്രിയിൽ വണ്ടി നിർത്തി. സ്വല്പം നേരത്തെ തന്നെ ആയതുകൊണ്ടാവാം തിരക്ക് ഒട്ടും തന്നെ ഇല്ല. ഇവിടുത്തെ പ്രധാന ക്ഷേത്രം മായാദേവി ടെമ്പിൾ ആണെങ്കിലും അതിനു ചുറ്റും നിരവധി മൊണാസ്ട്രികളുടെ ഒരു സമുച്ചയം തന്നെയുണ്ട്. ഓരോന്നും ഓരോ രാജ്യത്തിന്റെ പാരമ്പര്യവും സംസ്കാരവും പ്രതിനിധീകരിക്കുന്ന രീതിയിൽ. ഈ കാണുന്നത് ചൈനീസ് ബുദ്ധമത വിശ്വാസം അനുസരിച്ച് പണി കഴിപ്പിച്ചിട്ടുള്ള മൊണാസ്ട്രിയാണ്. ഇതൊരു ചൈനീസ് ആർക്കിടെക്ചർ ശൈലിയിലാണുള്ളത്. അങ്ങനെ ഇവിടെ ചെന്നപ്പോൾ ആദ്യം കണ്ട കാഴ്ചയാണ്. യോഗ പോലെയുള്ള എന്തോ ആണെന്ന് തോന്നുന്നു. കൃത്യമായി ഇതിനെക്കുറിച്ച് അറിയില്ല. കുറച്ചു നേരം ഇതൊക്കെ കണ്ട് വെറുതെ നോക്കി നിന്നു. എന്തായാലും കാണാൻ നല്ല മനോഹരമുള്ള കാഴ്ച തന്നെ. പതിയെ ഞങ്ങൾ മൊണാസ്ട്രിക്ക് അകത്തേക്ക് നടന്നു. അകത്ത് സ്വർണ്ണ നിറത്തിലുള്ള ബുദ്ധന്റെ വലിയ വിഗ്രഹം, അതുപോലെ തന്നെ പ്രത്യേക രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള വലിപ്പമുള്ള വാതിലുകൾ. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ അടുത്ത മൊണാസ്ട്രിയിലേക്ക്. ഇത് തായ് സംസ്കാരത്തിൽ പണികഴിപ്പിച്ചിട്ടുള്ള മറ്റൊരു മൊണാസ്ട്രിയാണ്. ഈ ഒരു മൊണാസ്ട്രിക്ക് ചുറ്റും മന്ത്രങ്ങൾ എഴുതിയ പ്രാർത്ഥനാ ചക്രങ്ങളുണ്ട്. ഈ ഒരു ചക്രങ്ങൾ ഓരോന്നും തിരിക്കുമ്പോൾ ജപമന്ത്രങ്ങൾ ചൊല്ലുന്നതിന് തുല്യമായിട്ടാണ് ഇവരിതിനെ കാണുന്നത്. ഈ ഒരു ചക്രത്തിൽ കാണുന്നത് ടിബറ്റൻ ജപമന്ത്രങ്ങളാണ്. ഞാൻ പതിയെ അകത്തേക്ക് കയറി. അകത്ത് അതിമനോഹരമായ ചുവർ ചിത്രങ്ങൾ. ഇവിടുത്തെ ചിത്രങ്ങളെല്ലാം ബുദ്ധന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വിവിധ കഥാപാത്രങ്ങളുടെ ചിത്രീകരണമാണ്. ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവയൊക്കെ പ്രകൃതിദത്തമായ വസ്തുക്കൾ ഉപയോഗിച്ച് ചിത്രീകരിച്ചവയാണ്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പതിയെ പുറത്തേക്ക് ഇറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ എന്തോ സൈക്കിളിൽ കൊണ്ടു നടന്ന് കച്ചവടം ചെയ്യുന്നു. ചായയാണെന്ന് കരുതിയാണ് കൈ കാണിച്ച് വണ്ടി നിർത്തിയത്. പക്ഷേ ബേൽപൂരി വിൽക്കുന്ന കച്ചവടക്കാരനാണ്. എന്തായാലും ഒരു ബേൽപൂരി പറയാമെന്ന് വിചാരിച്ചു. ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു പെയിന്റ് ബക്കറ്റ് എടുത്ത് അതിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഉരുളക്കിഴങ്ങും സവാളയും തക്കാളിയും ഒക്കെ മസാലയിൽ കൂട്ടിച്ചേർത്ത് മിക്സ് ചെയ്ത് കിട്ടുന്ന ഒരു തെരുവോര ലഘുഭക്ഷണമാണ് ബേൽപൂരി. ഈ ഒരു സ്നാക്സിന്റെ ഉറവിടം ഇന്ത്യയിലെ മഹാരാഷ്ട്ര തന്നെയാണ്. ഇവിടെ ഇതിന്റെ വില 50 നേപ്പാളി രൂപയാണ്. അങ്ങനെ നേപ്പാളി രൂപയായ 50 രൂപയും നൽകി ഞങ്ങളത് വാങ്ങി. ഇനി അടുത്തത് മായാദേവി ടെമ്പിളിലേക്കാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ഈ ഒരു ഭാഗത്ത് കണ്ടതാണ് വിനോദസഞ്ചാരികളുടെ സവാരിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഇലക്ട്രിക് ഓട്ടോകൾ. പ്രത്യേകിച്ച് രജിസ്ട്രേഷനോ നമ്പർ പ്ലേറ്റുകളോ ഒന്നും ആവശ്യമില്ലാത്ത വാഹനങ്ങളാണെന്ന് തോന്നുന്നു. എന്നാൽ ഇവിടുത്തെ സ്വകാര്യ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകൾ ഇത്തരത്തിലാണ്. ചുവന്ന നിറത്തിലുള്ള പ്ലേറ്റിലെ വെള്ള അക്ഷരങ്ങളാണ് ഇവിടുത്തെ നമ്പർ പ്ലേറ്റുകൾ. അങ്ങനെ ഞങ്ങൾ പ്രധാന കവാടത്തിനരികിലെത്തി. ഇവിടെ കവാടത്തിനടുത്ത് തന്നെയായി ഒരു കെടാവിളക്കുണ്ട്. ലുംബിനിയിലെ ഈ ഒരു നിത്യദീപം ലോകശാന്തിയുടെയും ധ്യാനത്തിന്റെയും പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിന് തൊട്ടടുത്തായി തന്നെ ചെറിയൊരു തടാകവുമുണ്ട്. ഇതിലൂടെ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ചെറിയൊരു ബോട്ട് യാത്രയും നടത്താം. ഇതിന്റെ പരിസരമെല്ലാം വളരെ വൃത്തിയോടെ തന്നെയാണ് പരിപാലിച്ചു പോരുന്നത്. ഈ ഒരു ഭാഗത്തുള്ള മിക്ക നിർമ്മിതികളും ചുവന്ന ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചവയാണ്. അതുകൊണ്ടാവാം ഒരു വേറിട്ട ഭംഗി തന്നെയാണ് ഇതിനുള്ളത്. ഇങ്ങോട്ടുള്ള കവാടവും ബ്രിഡ്ജുമെല്ലാം ഇത്തരത്തിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളും കണ്ട് കുറച്ചു ദൂരം കൂടി മുമ്പോട്ട് നടന്നു. ഇവിടെ കുറച്ചു പേർ ബുദ്ധന്റെ സ്റ്റാച്ചുവിന്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു. ചൈനയിൽ നിന്ന് വന്നിട്ടുള്ള തീർത്ഥാടകരാണെന്ന് തോന്നുന്നു. ഈ ഒരു തീർത്ഥാടനത്തിന് നേതൃത്വം നൽകുന്ന ആളായിരിക്കാം. ഒരു പ്രത്യേക രീതിയിലുള്ള വസ്ത്രധാരണം. ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ എടുക്കാമെന്ന് തീരുമാനിച്ചു. അദ്ദേഹത്തോട് അനുവാദവും ചോദിച്ച് ഞാനൊരു ഫോട്ടോ എടുത്തു. അദ്ദേഹത്തോട് നന്ദിയും പറഞ്ഞ് പതിയെ മുമ്പോട്ട് നടന്നു. ഞാൻ ആലോചിക്കുന്നത് ഇവിടെയുള്ള നടപ്പാതകളെല്ലാം എത്ര വൃത്തിയോടെയാണ് പരിപാലിക്കുന്നത്. ഈ ഒരു നടപ്പാതയ്ക്ക് ഇരുവശങ്ങളിലുമായി ഇത്രയേറെ മരങ്ങൾ ഉണ്ടായിട്ടും ഈ ഒരു നടപ്പാതയിൽ ഒരു കരിയില പോലും കണ്ടില്ല. മായാദേവി ടെമ്പിളിന്റെ അകത്തേക്ക് പാസ് മൂലമാണ് പ്രവേശനം. ഇന്ത്യൻ പൗരനാണെങ്കിൽ 80 രൂപയും നേപ്പാളിയാണെങ്കിൽ 20 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. മറ്റു രാജ്യക്കാർക്കാണെങ്കിൽ ഇതിൽ കൂടുതലാവും ടിക്കറ്റ് നിരക്ക്. അങ്ങനെ ടിക്കറ്റും എടുത്ത് മുമ്പോട്ട് പോയപ്പോഴാണ് ഇങ്ങനെ ഒരു ബോർഡ് കണ്ടത്. ഇതിനപ്പുറത്തേക്ക് പാദരക്ഷകൾക്ക് പ്രവേശനമില്ല. ഇവിടെ തൊട്ടടുത്തായി തന്നെ പാദരക്ഷകൾ സൗജന്യമായി സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. നേരെ അങ്ങോട്ടേക്ക് നടന്നു. പാദരക്ഷകൾ ഊരി നൽകി നേരെ അകത്തേക്ക്. ബുദ്ധൻ ജനിച്ചതായി പറയപ്പെടുന്ന സ്ഥലത്തേക്ക് ഫോട്ടോയും വീഡിയോയ്ക്കുമൊന്നും അനുവാദമില്ലാത്തതുകൊണ്ട് അകത്തെ കാഴ്ചകളൊന്നും പകർത്തിയില്ല. ഇതിന്റെ പരിസരത്തെല്ലാം ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച ധാരാളം അവശേഷിപ്പുകളുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ പരിസരത്തെല്ലാം ധാരാളം ടിബറ്റൻ ഫ്ലാഗുകൾ കാണാം. ഇതിന്റെ തൊട്ടടുത്ത് തന്നെയായി ബുദ്ധന്റെ മാതാവായ മായാദേവി ബുദ്ധന്റെ പ്രസവത്തിന് മുമ്പ് കുളിച്ചിരുന്നതായി പറയപ്പെടുന്ന കുളം. അതിനുശേഷം ഈ
ഈ കാണുന്ന മരത്തണലിലാണ് മായാദേവി വന്നിരുന്നത്. ഈ ഒരു മരത്തിന്റെ തൊട്ടടുത്തായി കണ്ട മറ്റൊരു കാഴ്ചയാണ് കുറച്ച് സന്യാസിമാരായ ഭിക്ഷാടകർ. എല്ലാവരും പ്രത്യേക രീതിയിലുള്ള കാവ്യവസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും കയ്യിൽ ബുദ്ധന്റെ ജപമന്ത്രങ്ങൾ അടങ്ങിയ ഒരു പുസ്തകവുമുണ്ട്. ഇവരാരും ഭിക്ഷാടനത്തിന് വേണ്ടി ഇവിടെ വരുന്ന സഞ്ചാരികളെ ശല്യപ്പെടുത്തുന്നതായി കണ്ടില്ല. എങ്കിലും ഇവരെല്ലാവരും വലിയ തിരക്കിലാണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും, കിട്ടിയ നോട്ടുകളെല്ലാം എണ്ണി തിട്ടപ്പെടുത്തുകയാണ്. ഒന്നോ രണ്ടോ പേരായിരുന്നെങ്കിൽ ഞാൻ ശ്രദ്ധിക്കില്ലായിരുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇവരെല്ലാവരും തന്നെ കിട്ടിയ പണം എണ്ണി തിട്ടപ്പെടുത്തുന്ന ജോലിയിലാണ് ഉള്ളത്. ഇതിന്റെ മറ്റൊരു ഭാഗത്ത് എന്തോ പൂജകളും മറ്റും നടക്കുന്നതായി കണ്ടു. ഈ ഒരു ഭാഗത്ത് പണം നിക്ഷേപിക്കുന്ന ഒരു ഭണ്ഡാരപ്പെട്ടിയുമുണ്ട്. ഈ കാണുന്നതാണ് അശോകസ്തംഭം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്ന തൂണ്. ഇതിനു മുകളിൽ ഉണ്ടായിരുന്ന അശോകസ്തംഭം ഇടിമിന്നലിൽ തകർന്നു പോയതാണ്. അശോകസ്തംഭം ഉണ്ടായിരുന്ന ഈ ഒരു തൂണിന് മുമ്പിൽ നിന്ന് കുറച്ച് തീർത്ഥാടകർ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവരിൽ കൂടുതലും വെളുത്ത വസ്ത്രം ധരിച്ചവരാണ്. ഇതെല്ലാം കണ്ട് ഞാൻ കുറച്ചു ദൂരം കൂടി മുമ്പോട്ട് നടന്നു. ഇവിടെ കുറച്ചുപേർ നിന്ന് ഗാർഡൻ വർക്കുകൾ ചെയ്യുന്നുണ്ട്. മഠവുമായി ബന്ധപ്പെട്ട ജോലിക്കാരാണെന്ന് തോന്നുന്നു. കുറച്ചു ദൂരം കൂടി മുമ്പോട്ട് നടന്നപ്പോൾ കണ്ട മറ്റൊരു കാഴ്ചയാണ്. ഒരു മരത്തണലിൽ നിന്ന് കുറച്ചുപേർ പ്രാർത്ഥനകൾ നടത്തുന്നു. ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് പ്രത്യേക രീതിയിലുള്ള ഒരു വസ്ത്രധാരണം കണ്ട് ഫോട്ടോ എടുത്തോട്ടെ എന്ന് അനുവാദം ചോദിച്ച ആളായിരുന്നു ഈ ഒരു പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഈ ഒരു പ്രാർത്ഥനാ രീതികളൊക്കെ എനിക്ക് കൗതുകകരമായി തോന്നി. ഇവർ ചൈനയിൽ നിന്ന് വന്നിരിക്കുന്നവരാണ്. ഈ കാണുന്ന പേപ്പറിൽ പ്രിന്റ് ചെയ്ത പ്രാർത്ഥന മന്ത്രങ്ങളാണ് ഇവർ ഈണത്തിൽ ചൊല്ലുന്നത്. ഈ ഒരു കാഴ്ചകളൊക്കെ ക്യാമറയിൽ പകർത്തി ഞാൻ പതിയെ പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് ബുദ്ധന്റെ ബാലരൂപത്തിലുള്ള ഒരു പ്രതിമ. കുറച്ചുപേർ അതിന്റെ മുമ്പിൽ പൂക്കൾ സമർപ്പിക്കുന്നത് കണ്ട് വെറുതെ ഒന്ന് നോക്കിയതാണ്. ഇതിന്റെ തൊട്ടടുത്ത് കണ്ട ബോർഡ് വായിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു ബാലരൂപത്തിലുള്ള ബുദ്ധന്റെ വിഗ്രഹം തായ്ലൻഡിലെ ജനങ്ങളുടെ സംഭാവനയാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് സമയം പോയത് അറിഞ്ഞില്ല. സമയം ഏകദേശം 11 മണി കഴിഞ്ഞു. രാവിലത്തെ ഭക്ഷണം ഇതുവരെ കഴിച്ചിട്ടില്ല. ഈ ഒരു നാട്ടിൽ ഈ ഒരു സമയത്ത് എന്താണ് കഴിക്കാൻ കിട്ടുന്നത് എന്ന് പോലും അറിയില്ല. തൊട്ടടുത്ത് കണ്ട ഹോട്ടലിൽ കയറി ഞാനൊരു നൂഡിൽസും സൽമാൻ 2 സമൂസയും പറഞ്ഞു. ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ നിന്നും പൊക്രയിലേക്ക് പോകാനുള്ള തീരുമാനമാണ്. ഏകദേശം ഇവിടെ നിന്ന് 203 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ടേക്ക്. ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്ക് എത്തിയപ്പോൾ മൊബൈൽ നെറ്റ്വർക്ക് കട്ടായി. അതുകൊണ്ട് ഗൂഗിൾ മാപ്പ് നോക്കി പോകാനുള്ള നിവൃത്തിയില്ല. ഇനി അങ്ങോട്ടുള്ള വഴി ചോദിച്ചു വേണം പോകാൻ. പോകുന്ന വഴിക്ക് വഴി ചോദിക്കാനായി ഇവിടെ ഡ്യൂട്ടിക്ക് നിന്ന ഒരു പോലീസുകാരന്റെ അടുത്ത് വണ്ടി നിർത്തി. നേപ്പാളിലെ ആംഡ് പോലീസുകാരുടെ യൂണിഫോമുകൾ ഈ ഒരു നിറത്തിലാണ് ഉള്ളത്. അങ്ങനെ വഴിയൊക്കെ ചോദിച്ചു മനസ്സിലാക്കി വീണ്ടും കുറച്ചു ദൂരം കൂടി മുമ്പോട്ട് പോയി. പോകുന്ന വഴിക്കെല്ലാം കൃഷിയിടങ്ങളാണ് കൂടുതലും. കുറച്ചു ദൂരം കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ വഴിയിൽ കണ്ട കാഴ്ചയാണ്. റോഡിലൂടെയുള്ള ഏതോ ഘോഷയാത്രയാണെന്ന് തോന്നുന്നു. ഒരേ നിറത്തിലുള്ള പലതരം വസ്ത്രങ്ങൾ ധരിച്ച സ്ത്രീകൾ. എന്നാൽ ചിലർ ഇവിടുത്തെ പരമ്പരാഗത രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് പോകുന്നത്. മറ്റു ചിലരാണെങ്കിൽ നാട്ടിലെ ചില ക്ഷേത്ര ഉത്സവങ്ങളിൽ കാണാറുള്ളത് പോലെ മയിൽപ്പീലിയൊക്കെ അണിഞ്ഞ് മേളതാളത്തോടെയാണ് പോകുന്നത്. ഈ ഒരു ഘോഷയാത്രയിൽ കൂടുതലും സ്ത്രീകളാണ്. ഈ ഒരു ആഘോഷം എന്താണെന്നും അത് എങ്ങോട്ടാണ് പോകുന്നതെന്നും അറിയാൻ ഇവിടെയുള്ള 2 പേരോട് ചോദിച്ചു. ഇവർക്കും ഇതിനെക്കുറിച്ച് വലുതായി അറിയില്ലെന്നാണ് പറഞ്ഞത്. കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും യാത്ര ആരംഭിച്ചു. ഇനി അങ്ങോട്ട് ചുരം കയറി വേണം യാത്ര ചെയ്യാൻ. മോശമായ ഇടുങ്ങിയ റോഡുകളാണ് ഇനി അങ്ങോട്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് മനോഹരമായ ഒരു സ്ഥലം കണ്ടപ്പോൾ വണ്ടി നിർത്തി. ഇളം നീല നിറത്തിൽ ഒഴുകുന്ന വെള്ളച്ചാട്ടം. തൊട്ടടുത്തായി തന്നെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ്. ഈ ഒരു ബ്രിഡ്ജിലേക്ക് ഇറങ്ങാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിച്ചു. ബ്രിഡ്ജിലേക്കുള്ള പ്രവേശനം നിർത്തിവെച്ചിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കുറച്ചു ദൂരം കൂടി മുമ്പോട്ട് പോയപ്പോഴാണ് മറ്റൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് കണ്ടത്. തൊട്ടടുത്ത് തന്നെയുള്ള ഒരു കടയിൽ വണ്ടി നിർത്തി അങ്ങോട്ട് പോകാനുള്ള വഴി ചോദിച്ചു. അപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഈ ഒരു ബ്രിഡ്ജിലേക്ക് പോകുക മാത്രമല്ല അതിലൂടെ വണ്ടി കൊണ്ടുപോകുകയും ചെയ്യാം എന്നാണ് കടയുടമ പറഞ്ഞത്. എന്നാൽ പിന്നെ അതൊന്ന് ട്രൈ ചെയ്ത് കളയാം എന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ ഹാങ്ങിങ് ബ്രിഡ്ജിൽ വണ്ടി കയറ്റി മറുപുറം എത്തി. ഇതിലെ കൂടി വണ്ടിയുമായുള്ള യാത്ര വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. അങ്ങനെ കുറച്ചു ദൂരം കൂടി മുമ്പോട്ട് പോയപ്പോഴാണ് വഴിയരികിൽ പച്ചക്കറികളുടെ കച്ചവടവുമായി കുറച്ചുപേർ ഇരിക്കുന്നത് കണ്ടത്. ഞാൻ സൽമാനോട് വണ്ടി നിർത്താൻ പറഞ്ഞു. വഴിയരികിലെ ചുരുങ്ങിയ സ്ഥലത്താണ് കച്ചവടം നടത്തുന്നത്. നിരനിരയായി ഇരിക്കുന്ന ധാരാളം കച്ചവടക്കാർ. ഇതിന് തൊട്ടടുത്ത് തന്നെ കൃഷി ചെയ്യുന്ന പച്ചക്കറികളാണെന്ന് തോന്നുന്നു. എല്ലാം നല്ല ഫ്രഷ് പച്ചക്കറികൾ. വാങ്ങാനല്ലെങ്കിലും വെറുതെ വിലയൊക്കെ ഒന്ന് ചോദിച്ചു. നാട്ടിലെ വില വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള വിലക്കുറവുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് 2 കുക്കുംബർ വാങ്ങി. നേപ്പാളി രൂപയായ 50 രൂപയാണ് ഒന്നിന്. വാങ്ങിയ കുക്കുംബർ ഇവിടെ മലമുകളിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ കഴുകി കൊടുത്തപ്പോൾ കട്ട് ചെയ്ത് മസാല പുരട്ടി തന്നു. ഉപ്പും പച്ചമുളകും കൂട്ടിച്ചേർത്ത് അരച്ചെടുത്ത മസാലയാണ്. നാട്ടിലാണെങ്കിൽ ഉപ്പും മുളക് പൊടിയുമാണ് ചേർക്കാറ്. കുക്കുംബർ
കച്ചുമ്പറൊക്കെ കഴിച്ച് വീണ്ടും യാത്ര ആരംഭിച്ചു. എല്ലായിടത്തും മനോഹരമായ കാഴ്ചകൾ തന്നെ. വഴിയരികിലെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് വണ്ടി നിർത്തി പോയതുകൊണ്ടാവാം പൊക്ര എത്തിയപ്പോഴേക്കും സമയം 11 മണിയായി. ഇവിടെ എത്തിയതും ആദ്യം കണ്ട ഹോട്ടലിൽ തന്നെ റൂം എടുത്തു. ഇനി നാളെ രാവിലെ വേണം പൊക്രയിലെ വിശേഷങ്ങളിലേക്ക് ഇറങ്ങാൻ.